ദുബായ് എമിറേറ്റില് നാളെ മുതലാണ്, അതായത് നവംബർ 24 ഞായറാഴ്ച മുതലാണ് 2 പുതിയ ടോൾ ഗേറ്റുകളിലൂടെ, സാലിഗേറ്റുകളിലൂടെ വരുന്നത്. അൽഖൈൽ റോഡില് ബിസിനസ് ബേ ക്രോസിംഗിലും ഷെയ്ഖ് സായിദ് റോഡില് അൽസഫ സൌത്തിലുമാണ് പുതിയ ടോൾ ഗേറ്റ് വരുന്നത്. ഇതോടെ എമിറേറ്റിലെ ടോൾ ഗേറ്റുകളുടെ എണ്ണം, സാലിഗേറ്റുകളുടെ എണ്ണം നിലവിൽ 8 നിന്ന് 10 ആയിട്ട് വരും. അൽസഫ നോർത്തിൽ ഓൾറെഡി ഒരു സാലിഗേറ്റ് ഉണ്ട്. അൽസഫ സൌത്തിൽ പുതിയ സാലിഗേറ്റ് കൂടെ വരുമ്പോൾ 2 സാലിക് റേറ്റുകൾ ഈടാക്കുമോ എന്നുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഉന്നയിച്ചിരുന്ന ഒരു സംശയം. RTA പറയുന്നത് 1 മണിക്കൂറിനകം ഒരേ ഡയറക്ഷനിൽ ഈ 2 ഗേറ്റും കടന്നു പോവുകയാണെങ്കിൽ ഒരു തവണ മാത്രമേ സാലിക് ചാർജ് ഈടാക്കൂ എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ ടോൾ ഗേറ്റുകളുമായി ബന്ധപ്പെട്ട് ഡൈനമിക് ചാർജിംഗ് ആയിരിക്കുമോ, അതായത് പീക്ക് ടൈമിൽ കൂടുതൽ തുക കൊടുക്കേണ്ട രീതിയിലുള്ള സാലിക് ചാർജിംഗ് ആയിരിക്കുമോ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളും RTA നിരാകരിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് റേറ്റ് തന്നെ മാത്രമേ ഈടാക്കൂ, 4 ദിർഹം മാത്രമേ ഈടാക്കൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സാലിഗേറ്റ് ഒഴിവാക്കി പോകാൻ പറ്റുന്ന ബദൽ മാർഗങ്ങളാണ്, ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് ആണ്. അൽസഫ സൌത്ത് ടോൾഗേറ്റുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് E311, ദുബായ് അലൈൻ റോഡ് E66, റാസൽ ഖർ റോഡ് E44, അൽമനാമ സ്ട്രീറ്റ് D77, 67 എന്നുള്ള റൂട്ടുകളാണ്. ബിസിനസ് ബേ ക്രോസിംഗുമായി ബന്ധപ്പെട്ട് ദുബായ് ക്രീക്ക് കടക്കാൻ പറ്റുന്ന ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് ഇൻഫിനിറ്റി ബ്രിഡ്ജ് D85, അൽഷിൻഡഗ ടണൽ D92 എന്നീ റൂട്ടുകളാണ്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പൊ ബിസിനസ് ബേ ക്രോസിംഗിലും അൽസഫ സൌത്തിലും നാളെ മുതലാണ്, നവംബർ 24 ഞായറാഴ്ച മുതൽ പുതിയ ടോൾ ഗേറ്റുകൾ ഓപ്പറേഷണൽ ആവുകയാണ്. അപ്പൊ അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക.